സൺ നെക്സ്റ്റ് ആപ്പിലൂടെ നിങ്ങളുടെ ഇഷ്ടപരമ്പരകൾ സംപ്രേക്ഷണ ശേഷം തികച്ചും സൗജന്യമായി കാണൂ. ഉടൻ സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. ചേച്ചി പ്ലീസ് കരയാതെ, പ്ലീസ് കണ്ണോടുക്കി ചേച്ചി. ആ ഭ്രാന്തം പറഞ്ഞത് കേട്ട് കരയാന്ന് വെച്ചോ? അയ്യേ, അഖിലിന്റെ മാറ്റത്തെക്കുറിച്ച് മോള് നേരത്തെ പറഞ്ഞപ്പോ ഞാൻ ഇത്രയും വിചാരിച്ചില്ല. ഇന്നലെ രാത്രി എനിക്ക് ചില സൂചനകളൊക്കെ തോന്നിയിരുന്നു. ഇപ്പൊ എനിക്ക് മനസ്സിലായി, സത്യത്തില് എനിക്ക് സങ്കടം അഖിൽ എന്നോട് ദേഷ്യപ്പെട്ടതിലല്ല, അവൻ വല്ലാത്ത കുഴപ്പത്തിലേക്ക് പോവാണല്ലോ നോർത്തിട്ട്. ഇന്നിപ്പോ എന്താ ചേച്ചി ഇഷ്യൂ? ഞാൻ മുറി വൃത്തിയാക്കിക്കൊണ്ട് നിന്നപ്പോ ഒരു ബുക്ക് താഴെ വീണു, ഒരു ഡയറി. അതിലൊരു താരാട്ടുപാട്ട് കണ്ടു. അത് വായിച്ചപ്പോ ഞാൻ കാണാത്ത എന്റെ അമ്മ കുഞ്ഞിലെ എന്നെ താരാട്ടുപാടി ഉറക്കിയ പോലൊരു ഫീല് വന്നു. അത് അരുണിമാൻഡിയുടെ ഡയറി ആയിരുന്നു. അപ്പൊ പ്രിയ വന്ന് ബഹളം വെച്ചു. ഞാൻ ഡയറി തുറന്ന് വായിച്ചു എന്നും പറഞ്ഞ്. ആ സമയത്ത് അഖിലൻ പിള്ള അങ്ങോട്ട് വന്നു അല്ലേ? ദുഃഖപുത്രി കണ്ണീരൊഴുക്കി. അഖില് ചേച്ചിയോട് ചൂടായി. എനിക്കിപ്പോ പേടി, നാളെ മോളും എന്നോട്. ബാക്കിയുടെ പറയേച്ചി, നാളെ ഞാനും ഇങ്ങനെ പെരുമാറുന്നു അല്ലേ? ചേച്ചി, ഇന്നലെ രാത്രി ഞാൻ ഒരുപാട് ആലോചിച്ചു അഖിലിന്റെ ഈ മാറ്റത്തെക്കുറിച്ച്. നമുക്ക് ഈ കാര്യം അർജുനേട്ടനോട് പറയാം ചേച്ചി. അർജുനേട്ടൻ എന്തെങ്കിലും സൊല്യൂഷൻ കണ്ടുപിടിക്കും. പക്ഷേ അജുവേട്ടൻ ആകെ തകർന്നു പോവും. ഏയ്, അർജുനേട്ടൻ പ്രാക്ടിക്കലാ. നമുക്ക് പറയാം ചേച്ചി. പറയാം. ഞാൻ ആദ്യം ഒന്ന് നോർമൽ ആവട്ടെ. ഏട്ടാ, ഇതെന്താ ത്രിമൂർത്തികളായിട്ട്? അല്ല ഏട്ടാ തിരക്കിലാണോ? അതെ, തിരക്കിലാണ്. അല്ല അത് വേണ്ട, തിരക്കിലാണെന്ന് പറഞ്ഞപ്പോ അടുത്ത് ഇനി എന്ത് പറയുന്ന ഒരു കൺഫ്യൂഷൻ ഉണ്ടായി. വീട്ടിനകത്തൊക്കെ സംസാരിക്കാൻ ഇങ്ങനെ സമയം നോക്കണോ? നീ കാര്യം പറ. ആന്റി പറ. ഇല്ല അഖിലേ, നീ എത്ര നിർബന്ധിച്ചാലും ഞാൻ പറയില്ല. ഒന്നാമതേ അർജുൻ മോൻ എന്നെ കണ്ടുകൂടാ. നീ തന്നെ പറ. നീതി ന്യായം നോക്കി കാര്യങ്ങൾ വാദിക്കുന്ന അർജുൻ കാര്യങ്ങൾ കേട്ടെന്താന്ന് തീരുമാനിക്കട്ടെ. ഏട്ടാ, അനുവിനെ എല്ലാരും കൂടെ വല്ലാണ്ട് വേദനിപ്പിക്കുക. ഒരു മിനിറ്റ്. അനുവിനെ അച്ഛമ്മ, അതായത് അനുവിന്റെ മുത്തശ്ശി വേദനിപ്പിച്ചോ? ഇല്ല. പിന്നെ എന്റെ അച്ഛനോ അമ്മയോ വേദനിപ്പിച്ചോ? ഇല്ല. അഖിലോ ആന്റിയോ വേദനിപ്പിച്ചോ? ഇല്ല. ഇപ്പൊ തന്നെ ഭൂരിപക്ഷത്തിൽ കൂടുതൽ പേരും വേദനിപ്പിച്ചിട്ടില്ല. അപ്പൊ പിന്നെ എല്ലാരും കൂടെ വേദനിപ്പിച്ചു എന്ന് പറഞ്ഞേ? ഏട്ടാ, ഏട്ടത്തി പൂജേച്ചി വല്ലാതെ മോശമായിട്ടാ അനുവിനോട് പെരുമാറുന്നത്. സത്യമാണോ അനു? കൊറേയൊക്കെ അർജുനും അറിയില്ലേ. ഏട്ടാ, ഒന്നും നമ്മൾ കാണുന്ന പോലെ അല്ല. ഇന്ന് തന്നെ ഏട്ടത്തി അനുവിന്റെ ഡയറി എടുത്ത് വായിച്ചു. വളരെ മോശമല്ലേ ഇത്? എന്തിനാ ഡയറി വായിച്ചെന്ന് ചോദിച്ചപ്പോ ഏട്ടത്തി അനുവിനെ അടിക്കാൻ വേണ്ടി പോയി. ഓഹോ, ആ സമയം നീ എവിടെ ഉണ്ടായിരുന്നോ? അല്ല, ഞാൻ ഇല്ലായിരുന്നു. അനു പറഞ്ഞു. അനുവിന് കള്ളം പറയേണ്ട കാര്യമില്ലല്ലോ. എടാ മോനെ, ഞാനോ അനുവോ പറഞ്ഞ നീ സംശയിക്കും. ഇതിപ്പോ ഈ വീട്ടിലെ ഏറ്റവും സത്യസന്ധനും ഏറ്റവും നല്ലവനുമായ കുട്ടിയാ പറയുന്നേ. അത് നിനക്ക് വിശ്വസിക്കാവോ? എന്റെ അനിയൻ ഇതുവരെ എന്നോട് കള്ളം പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് ഇത് വിശ്വസിക്കാതിരിക്കേണ്ട കാര്യമില്ല. അത് മതി, അത്രയും കേട്ടാ മതി. ഏട്ടാ, ഏട്ടത്തെ കുറിച്ച് പറഞ്ഞ ഏട്ടൻ ഇഷ്ടപ്പെടത്തില്ല. എന്നാലും പറയാ, ഏട്ടനൊട്ടും ചേർന്ന ഒരാളല്ല. ഓക്കെ, നീ പറയുമ്പോ അതിൽ ചില കാര്യങ്ങൾ ഉണ്ടാവും, എനിക്കറിയാം. ഏട്ടാ, ഏട്ടനുള്ളപ്പോ ഞങ്ങളതിൽ ഇടപെടുക എന്ന് പറഞ്ഞാ അത് ശരിയല്ല. അവരോട് ഏട്ടൻ തന്നെ ചോദിക്കണം. ചോദിക്കുക മാത്രമല്ല, കൊടുക്കണം. ആ, ചെയ്യാം. ഞാൻ ഏറ്റു. അവരോടെന്ന് വെച്ചാ പൂജയോട് ചോദിക്കാം. കുറ്റം ചെയ്ത ആൾക്ക് തക്കതായ ശിക്ഷ കിട്ടും. പോരെ? ആദ്യം ഞാൻ സംസാരിക്കാം, പിന്നെ എല്ലാവരുടെ മുമ്പിൽ വെച്ച് മാപ്പ് പറയിക്കാം. പക്ഷേ നിനക്ക് സെന്റിമെന്റ്സ് വരരുത്.
ഇനി എന്തായാലും ഞാനും അനുക്കുട്ടി അഭിപ്രായം പറയുന്നില്ല. പൂജയ്ക്ക് നീ കൊടുക്കുന്ന ശിക്ഷ അഖിലിന് ബോധ്യപ്പെട്ടാ മതി. ഓക്കെ, എന്തായാലും നീ ഇങ്ങനെ ഒരു കാര്യം ആദ്യമായിട്ടാ എന്നോട് പറയുന്നത്. അതിൽ ഉറപ്പായിട്ട് ന്യായം കാണും. ഞാൻ പൂജയോട് സംസാരിക്കാം. ഇനി ഞാൻ കൊടുക്കുന്ന ശിക്ഷ പോരാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് യുക്തമായിട്ടുള്ളത് ചെയ്യാം. അതിൽ ഞാൻ ഇടപെടുകയില്ല. ഉറപ്പാണല്ലോ? ഉറപ്പ്. പൂജയെ തല്ലുകയോ ഇവിടുന്ന് പുറത്താക്കുകയോ എന്ത് വേണമാവാം. ഞാനും നിങ്ങളുടെ ഭാഗത്തുണ്ടാവും. ആ, അത് മതി. അർജുനെ പൂർണ്ണമായിട്ടും വിശ്വസിക്കാൻ പറ്റില്ല. പല സാഹചര്യങ്ങളിലും പൂജയ്ക്കെതിരായി പറഞ്ഞു തുടങ്ങി അവസാനം നമ്മളെയാ പെടുത്തുന്നത്. അങ്ങനെയാണെങ്കിൽ അങ്ങനെ ആയിക്കോട്ടെ ആന്റി. എന്റെ വിധിയെന്ന് ഞാൻ സമാധാനിച്ചോളാം. അനുവിനെ ഇനി വിധിക്ക് വിട്ടുകൊടുക്കൊന്നുമില്ല. ഏട്ട സംസാരിച്ച് അവസാനം അവരുടെ ഭാഗം പറയുകയാണെങ്കിൽ ഞാൻ പ്രതികരിക്കും. ഹാ, അത് മതി. നല്ല ഷാർപ്പായിട്ട് പറയണം. ഇപ്പൊ നീ പൂജയ്ക്ക് ഇത്തിരി ബഹുമാനം കൊടുത്താ സംസാരിച്ച് ഏട്ടത്തിന്നൊക്കെ പറഞ്ഞു. ഞാനത് മനഃപൂർവ്വം പറഞ്ഞ ആന്റി. ഏതായാലും ഏട്ടന്റെ നീക്കം എന്താണെന്ന് അറിയട്ടെ. എന്താ സാർ വിളിച്ച? നമുക്ക് അഖിലിനെ രക്ഷിക്കണ്ടേ? വരൂ. ആ ഡോറങ്ങ് ചാരിയേക്ക്. അവൻ അപകടകരമായ ഒരു അവസ്ഥയിലേക്കാണല്ലോ വീണിരിക്കുന്നത്. അവനെ നമുക്കങ്ങനെ വിട്ടുകളയാൻ പറ്റുമോ? അല്ല, സാർ എങ്ങനെ അറിഞ്ഞു? ഞാൻ സാറിനോട് കാര്യങ്ങൾ പറയാനിരിക്കുകയായിരുന്നു. ഒന്നും പറയണ്ട. മധു ആന്റിയോടും അനുവിനോടൊപ്പം അവൻ എന്നെ കാണാൻ വന്നു. അവരെ 3 പേരെ ഒരുമിച്ച് കണ്ടപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി അവൻ ചെന്ന് വീണേക്കുന്ന അവസ്ഥയുടെ ഗ്രാവിറ്റി. അവൻ എന്തൊക്കെയോ പറഞ്ഞു. ഡയറിന്നോ ഏട്ടത്തി അനുവിനെ വഴക്ക് പറഞ്ഞെന്നോ. അയ്യോ സാർ, ഒന്നും പറയണ്ട. അവൻ കാര്യങ്ങൾ പറയുമ്പോൾ എന്റെ തലച്ചോറിലൂടെ പോയിക്കൊണ്ടിരുന്നത് അവനെ രക്ഷിക്കാനുള്ള മാർഗങ്ങളാണ്. ഞാൻ പറഞ്ഞല്ലോ, 2 ദിവസം മുൻപ് തന്നെ സായി എന്നോട് ചില കാര്യങ്ങളൊക്കെ സൂചിപ്പിച്ചിരുന്നു. ആദ്യം ഇതൊക്കെ തമാശ പോലെ തോന്നിയത്. പക്ഷേ ഇന്ന് അവൻ എന്നോട് വല്ലാതെ ഷാർപ്പായി സംസാരിച്ചു. അതിൽ വിഷമമൊന്നും വിചാരിക്കണ്ട. ഭ്രാന്തുള്ള ഒരാൾ നമ്മളെ ആക്ഷേപിച്ചാൽ അയാളോട് നമുക്ക് ദേഷ്യം തോന്നും, സഹതാപല്യം ഉണ്ടാവൂ. അഖിൽ അതുപോലെ മനോനില തെറ്റിയ അവസ്ഥയില്ല. ചികിത്സ അത്യാവശ്യ. അത് എത്രയും പെട്ടെന്ന് തന്നെ കൊടുക്കണം. സായി പറഞ്ഞു അഖിലിന് പ്രിയ വിവാഹം ചെയ്താൽ കൊള്ളാമെന്ന്. തോന്നും. ഇതല്ല, ഇതിനപ്പുറവും തോന്നും. ആ, അതാ പറഞ്ഞത് ഉടനടി ചികിത്സിക്കണമെന്ന്. സർ, നമുക്ക് അമ്മയോടൊന്ന് സംസാരിച്ചാലോ? അമ്മ അഖിലിനോട് കാര്യങ്ങൾ സംസാരിക്കട്ടെ. അമ്മയും അച്ഛനൊന്നുമല്ല, നമ്മളാണ് ഇത് സോൾവ് ചെയ്യേണ്ടത്. എന്റെ ജീവിതത്തിൽ വെല്ലുവിളിയാവാൻ പോകുന്ന കേസാ ഈ കേസ്. മറ്റേത് കേസ് തോറ്റാലും ഇതിൽ എനിക്ക് അല്ല, നമുക്ക് ജയിച്ചേ പറ്റൂ. അതെ സർ. ചികിത്സ എങ്ങനെയാണ് തുടങ്ങേണ്ടത്? താൻ തന്നെ പറ. പ്രിയയും മധു ആന്റിയും വസന്തനങ്ങളും ഒക്കെ ചേർന്ന് അഖിലിനെ ബ്രെയിൻ വാഷ് ചെയ്തിരിക്കോ. പ്രിയയുടെ ദുഃഖകഥകളാ അഖിലിന്റെ മനസ്സിൽ. അപ്പോ പ്രിയയുടെ യഥാർത്ഥ മുഖം കൂടി മനസ്സിലാക്കി കൊടുക്കണം. എന്നിട്ട് അവൻ തീരുമാനിക്കട്ടെ. കറക്റ്റ്. പ്രിയ എന്ന വ്യക്തിയുടെ 2 വശവും അവൻ മനസ്സിലാക്കണം. നമുക്ക് ആദ്യം അതിനൊരു പ്ലാനിംഗ് ഉണ്ടാക്കണം. വ്യക്തമായൊരു പ്ലാനിംഗ്.
ഏട്ടാ ഞാൻ പറഞ്ഞതിനെ കുറിച്ച് ഏട്ടൻ ഏട്ടത്തിയോട് സംസാരിച്ചായിരുന്നു. സംസാരിച്ചു. എന്നിട്ട് എന്തു പറഞ്ഞു ഏട്ടത്തി? നീ പറഞ്ഞത് ശരിയാണ്, വളരെ കറക്റ്റ്. പൂജയുടെ ഭാഗത്ത് ഒരുപാട് കുഴപ്പങ്ങളുണ്ട്. ആ ഇപ്പൊ മനസ്സിലായോ? അനു പറഞ്ഞൊക്കെ സത്യമായിട്ടുള്ള കാര്യങ്ങളാണെന്ന് ഏട്ടൻ ഇപ്പൊ മനസ്സിലായോ? മനസ്സിലായടാ. ഇനി അടുത്ത് എന്ത് ചെയ്യണമെന്നാ ഞാൻ ആലോചിക്കുന്നേ. ഏട്ടാ എന്തായാലും ശരി, അനുവിനെ ഇനി വേദനിപ്പിക്കരുത്, പ്രത്യേകം എടുത്ത് പറയണം. ആ അത് പറഞ്ഞു കഴിഞ്ഞു. ഫൈനൽ വാർണിംഗ് തന്നെ കൊടുത്തിട്ടുണ്ട്. സത്യത്തിൽ ഏട്ടൻ എന്നോട് ഇങ്ങനെ നിൽക്കുമെന്ന് ഞാൻ കരുതിയത് പോലും ഇല്ല കേട്ടോ. ഞാൻ കരുതിയത് ഒരുപാട് ന്യായീകരണങ്ങളുമായിട്ട് വരുമെന്നാ. എടാ നീ എന്റെ പൊന്നനുജനല്ലടാ. നിന്റെ കൂടെ അല്ലാതെ പിന്നെ ഞാൻ ആരുടെ കൂടെ നിൽക്കണ്ടേ? നിനക്ക് ഓർമ്മയുണ്ടോ, നമ്മൾ എപ്പോഴും ഒരുമിച്ചായിരുന്നു. സ്കൂളിൽ പോവാൻ, കളിക്കാൻ, ഭക്ഷണം കഴിക്കാൻ, സിനിമയ്ക്ക് പോവാൻ ഒക്കെ നമ്മൾ ഒരുമിച്ചായിരുന്നു. ശരിയാട്ടാ, കറക്റ്റ്. സ്പെഷ്യൽ ഫുഡ് എന്തെങ്കിലും നിനക്കാണ് കിട്ടുന്നതെങ്കിൽ നീ എനിക്ക് തരും, എനിക്കാണ് കിട്ടുന്നതെങ്കിൽ നിനക്കും. ഏട്ടനൊന്നും മറന്നിട്ടില്ലല്ലേ? അപ്പോ നീ മറന്നോ? ഇപ്പോ ഏട്ടൻ പറയുമ്പോ എല്ലാം തെളിഞ്ഞു വരുന്നു. നല്ല രസമുള്ള ദിവസങ്ങളായിരുന്നു അല്ലേ? അതെടാ, അതെ. അതാ ഞാൻ പറഞ്ഞത്, എനിക്ക് ഏറ്റവും പ്രധാനം നീയാ. പൂജയും ബാക്കി എല്ലാവരും അതിന് ശേഷമേ ഉള്ളൂ. എനിക്കും അങ്ങനെ തന്നെയാ. എന്ന് വെച്ചാ നിനക്ക് ഏറ്റവും ഇഷ്ടം എന്നെയാണെന്നാണോ? അതെ ഏട്ടാ. താങ്ക് യുടാ. വാ നമുക്ക് എന്റെ റൂമിൽ ചെന്നിരിക്കാം. അല്ല എന്താ പ്രത്യേകിച്ച്? ആ അനുവിനോട് കുറച്ചു നേരം സംസാരിക്കണമെന്ന് ഏട്ടന് തോന്നുന്നു, അത്ര തന്നെ. ഒന്ന് പാടേ. അല്ല ഏട്ടാ, ഞാൻ നേരത്തെ പറഞ്ഞത് അനുവിൻ്റെയൊക്കെ കാര്യം അതേട്ടന് ഫീലായോ? എന്തിന്? എടാ നീ അതൊക്കെ വിട്. സത്യത്തിൽ നിങ്ങൾ വന്നപ്പോ ഞാനൊരു കേസിന്റെ ചില കാര്യങ്ങൾ പഠിക്കുകയായിരുന്നു. ഒരു പ്രധാനപ്പെട്ട കേസ്, സ്നേഹസാധനത്തിന്റെ കേസ്. അവിടെ തേജ എന്ന് പറഞ്ഞ ഒരാളുടെ കൊലപാതകം, ആ കേസിന്റെ കാര്യങ്ങൾ. അല്ല അനു അതിന്റെ സാക്ഷിയാണല്ലേ? അത് ഞാൻ പറയുന്നില്ല, നീ തന്നെ പറഞ്ഞോ. അനു വാദിയാണോ പ്രതിയാണോ സാക്ഷിയാണോ എന്ന് നീ തന്നെ പറ. ഞാൻ നിനക്ക് ഒരു ഓഡിയോ കേൾപ്പിച്ചു തരാം. എന്റെ ഓഫീസിലെ ജോർജ് കുട്ടിയും അനുവും തമ്മിൽ നടന്നത്. ഏട്ടാ ഇത് ഏട്ടനെ പറ്റിക്കാൻ വേണ്ടി ആരോ അനുവിന്റെ ശബ്ദം അനുകരിച്ച് ചെയ്തയാ, അല്ലാതെ അനു ഇങ്ങനെ. ആഹാ അനിയൻകുട്ട, നിനക്കപ്പോ ഏട്ടനെ വിശ്വാസമില്ല അല്ലേ? ഏട്ടാ അത് ഞാൻ കരുതി ഞാനിത് കേൾപ്പിക്കുമ്പോ ഒരു സംശയവും പറയാതെ നീ വിശ്വസിക്കുന്ന. ഓക്കെ, അപ്പോ നിന്റെ സംശയം മാറ്റിത്തരാം. എന്റെ ഓഫീസിലെ CCTV എടുത്തതാ. മാഡം ഇത് ഞങ്ങൾ ആണുങ്ങളുടെ റൂമാ. ഇങ്ങോട്ട് വന്നേ. എവിടെ ഡോക്യുമെന്റ്സ്? അത് മനസ്സിലായി. എന്നെ ചതിക്കാൻ നോക്കിയതാണല്ലേ? അല്ല. വിടില്ല ഞാൻ, ആരും ഞാൻ വിടില്ല. ഏട്ടാ അനുവിന് ഇങ്ങനെ ഒരു മോഹമുണ്ടോ? എനിക്കിത് വിശ്വസിക്കാൻ പറ്റുന്നില്ല ഏട്ടാ. പിടിച്ച് പിടിക്കടാ. അനു ഓഫീസിൽ മറന്നു വെച്ചിട്ട് പോയ വള. ഇരുപത് വർഷം മകളായി കരുതി വളർത്തിയ വിശ്വനാഥൻ എന്നൊരു വലിയ മനുഷ്യനെ തള്ളി പറഞ്ഞതിനെ കുറിച്ച് നിനക്കറിയാമോ? എന്തെല്ലാം അസത്യങ്ങൾ അവൾ ആ കോടതി മുറിയിൽ വിളിച്ചു പറഞ്ഞത്. ആരാ പ്രിയെ തേജയെ കൊന്നത്? അതാ ആ നിൽക്കുന്ന വിശ്വനാഥൻ. തൊട്ടടുത്ത് നിന്ന് കണ്ട സാക്ഷിക്ക് വിശ്വനാഥൻ എങ്ങനെയാണ് തേജയെ കുത്തിയത്
എന്നറിയില്ല. എനിക്ക് തല ചുറ്റുന്നു. ഏട്ടാ പ്ലീസ് നിർത്ത്. ഏയ്, ഡാ. ഏയ്, എന്താടാ ഇത്? കൂളാവോ? ഏയ് മോനെ, ഡാ. എന്നോട് എന്ത് അഭിനയം കേട്ടോ അവള് നടത്തിയ. എടാ അത് മാത്രമല്ലടാ. ദാ നോക്ക്, അവള് പല കാമുകന്മാർക്കും അയച്ച മെസ്സേജസാ. കേസിന്റെ കാര്യത്തിന് വേണ്ടി പലരിൽ നിന്നും എടുത്തതാ. ഏട്ടാ ഏയ് സാരമില്ലടാ. ദാ, ഏയ് എടാ സാരമില്ലെന്ന്. ഏയ് എടാ നിന്റെ പ്രായത്തിൽ പലരും ഇങ്ങനെയുള്ള ഭ്രമങ്ങളിൽ പെടും. അല്ല പെടുത്തും. ആ ഞാനേ ഒരു കോൾ ചെയ്തിട്ട് വരാം, അത്യാവശ്യ കേസാ. മോനെ, നീ ഏട്ടത്തെ കൂടി കരയിക്കല്ലേ. ഏട്ടത്തി എനിക്ക് മാപ്പ് തരണം. എന്താണ് മോനെ? അയ്യേ, ഇത്രയുള്ളൂ നിന്റെ മനസ്സിന്റെ കട്ടി. സായി പറയുന്നത് നേരാ. എനിക്ക് 2-3 ദിവസം ഭ്രാന്തായിരുന്നു. ഞാൻ എന്തൊക്കെയാ കാട്ടിക്കൂട്ടിയെന്ന് എനിക്ക് തന്നെ അറിയില്ല. നോക്ക്, നീ ഒന്നും കാട്ടിക്കൂട്ടിയില്ല. സമാധാനായിട്ടിരിക്കും. എന്റെ അമ്മയെ പോലെ, ഒരു നല്ല ഫ്രണ്ടിനെ പോലെയൊക്കെ ആയിരുന്നു എനിക്ക് സായുവിനെ അടുത്ത്. എന്നിട്ട് എന്താ ഇപ്പൊ അങ്ങനെയല്ലേ? വാസ്തവത്തിൽ കഴിഞ്ഞതിനെ കുറിച്ച് എനിക്കിപ്പോ സന്തോഷാ തോന്നുന്നത്. നീ എന്നെ കുറിച്ച് ഇത്രയും നല്ലത് പറയുന്നത് കേൾക്കാൻ പറ്റിയല്ലോ. കഴിഞ്ഞ 2 ദിവസം നമ്മുടെ ജീവിതത്തിൽ ഇല്ലായിരുന്നു എന്ന് കരുതിയാൽ മതി. മോനെ, പ്രിയയോട് എനിക്ക് വല്ലാത്ത ഇഷ്ടമായിരുന്നു. പിന്നെ അവളുടെ രീതികൾ കണ്ട് എനിക്ക് ദേഷ്യമായി, പിന്നെ സങ്കടമായി, വിരോധമായി. പക്ഷെ ഇപ്പൊ നിന്നോട് ഈ കാണിച്ചില്ലേ, ഇപ്പൊ എനിക്ക് വെറുപ്പായി മാറി അവളോട്. നിന്നെ പോലെ ഒരു നല്ല ആളിന്റെ മനസ്സ് വെച്ച് അവള് പാവ കളിക്കാൻ പാടില്ലായിരുന്നു. അർജുൻ പൂജയോട് ഡയറിയുടെ ഒക്കെ കാര്യങ്ങൾ ചോദിച്ചാലും അവന്റെ ഉള്ളില് അവളോട് ഒരു സോഫ്റ്റ് കോർണർ ഉണ്ടായിരിക്കും. ഇല്ലില്ല, അവൻ ഷാർപ്പായിട്ട് തന്നെ കാര്യങ്ങൾ ഡീൽ ചെയ്യും. അഖിലിനെ പിണക്കിയ പ്രശ്നമാണെന്ന് അവൻ അറിയാം. അതെ, അഖിലിനെ നമ്മൾ മാക്സിമം അങ്ങ് ഇളക്കി വിടണം. ചുവപ്പ് കണ്ട കാളയെപ്പോലെ അവൻ കുത്തിമറിഞ്ഞ് നടക്കണം. അനു പറഞ്ഞതുപോലെ അർജുൻ പൂജയോട് ചൂടാവുന്നതില് ഇനി എന്തെങ്കിലും ഉദാസീനത കാണിച്ച അഖിലിനെ വീണ്ടും നമ്മൾ എരിയേറ്റി വിടുന്നു. അവനെ കൊണ്ട് അർജുനെ തല്ലിക്കണം. പ്രിയ വിചാരിച്ച അത് ഈസി ആയിട്ട് നടക്കും.
ഈ ആഴ്ചകളിൽ നടന്ന സംഭവങ്ങളെക്കുറിച്ച് നീ പൂർണ്ണമായിട്ടും മറന്നേക്കണം. നിന്റെ ജീവിതത്തിൽ ഒരിക്കലും അതിന്റെ നേരിയ ഓർമ്മ പോലും കടന്നു വരാൻ പാടില്ല. ഏത് മറക്കണോന്ന് ഏട്ടാ? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. അല്ല ഏട്ടത്തി, എന്തിനെ കുറിച്ച് ഏട്ടൻ പറയുന്നത്? ആ എനിക്കെങ്ങും അറിയില്ല. ഓ അങ്ങനെ ഇപ്പൊ നമ്മൾ ആരായി? ഇവന്റെ ജീവിതത്തിൽ നടക്കാത്ത കാര്യത്തെക്കുറിച്ച് ഇവൻ എങ്ങനെ ഓർക്കാനാ ജോട്ടാ? ഇവന്റെ ജീവിതത്തിൽ അങ്ങനെ ഒരു സംഭവം ഇല്ലല്ലോ. ഗുഡ്. എടാ, അതാണ് ഏറ്റവും നല്ല ആറ്റിറ്റ്യൂഡ്. ഏട്ടൻ ഇനി ഇടയ്ക്കിടയ്ക്ക് ഇതൊക്കെ പറഞ്ഞ് എന്നെ നാണിപ്പിക്കാതിരുന്നാ മതി. അത്ര ഒരു അപേക്ഷ മാത്രമേ എനിക്കുള്ളൂ. അതാലോചിക്കാം. അഖിലേ, എടാ ഒന്നു വന്നേ. എന്തടി? വാ, ഒരു കാര്യമുണ്ട്. ഏട്ടത്തി വാ. എന്താടി? എന്താ കാര്യം? എടി, എന്താ കാര്യം പറ. ഏയ് ഒന്നുമില്ല, ഏട്ടൻ വരണ്ട. വാ ചേച്ചി, വേഗം വന്നേ. ഇനി നമ്മൾ അടുത്ത ഘട്ടം എങ്ങനെയാണ് പ്ലാൻ ചെയ്യാൻ പോകുന്നത് മധു? ഞാൻ പറഞ്ഞില്ലേ, നമ്മുടെ തുറപ്പ് ചീട്ട് അഖില. അവനെ മുൻനിർത്തി ഈ വീട്ടുകാരെ മുഴുവൻ അങ്ങോട്ടും ഇങ്ങോട്ടും തെറ്റിക്കണം. പക്ഷെ മധു ആന്റി, ആ മണ്ടൻ എന്നെ കയറി സീരിയസ് ആയിട്ട് പ്രേമിക്കാൻ വന്ന എന്റെ സ്വഭാവം മാറും. അതൊക്കെ മോള് വിചാരിച്ച ഈസി ആയിട്ട് കൈകാര്യം ചെയ്യാന്നുള്ളതേ ഉള്ളൂ. ദേ, അവൻ നമ്മുടെ ഒരു ഗുണ്ട. അങ്ങനെ മാത്രമേ നമ്മൾ അവനെ കരുതാവൂ. ഒരു കൊട്ടേഷൻ ഗുണ്ട. അല്ല, ഒക്കെ കഴിഞ്ഞ് ഞാൻ അവനെ കല്യാണം കഴിക്കില്ല എന്നറിയുമ്പോ അവന്റെ ആറ്റിറ്റ്യൂഡ് എന്തായിരിക്കും? എന്റെ പൊന്നു മോളെ, അവൻ താടിയും നീട്ടി കള്ളും കുടിച്ച് തേരാ പാര അലഞ്ഞോളും. അതോടെ അവന്റെ ശല്യം നമുക്ക് തീർന്നു കിട്ടും. ഇതിനിടെ തന്നെ മോള് അർജുനെ പൂർണ്ണമായിട്ടും മോളുടേതാക്കി കഴിയുമല്ലോ. അങ്കിൾ, ആന്റി, ഇനി ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ? ആ, എന്താ മോളെ? അഖില് നിങ്ങൾക്ക് കാശോ മറ്റോ തരുന്നുണ്ടോ? ഞാനൊന്ന് ഊഹിച്ച് ചോദിച്ചതാ. അങ്കിളുടെ ആന്റിയുടെ സ്വഭാവം വെച്ചിട്ട് ചോദിച്ചതാ. എന്താ ആന്റി ഒന്നും മിണ്ടാത്തെ? ഹേ, എന്റെ പൊന്നു മോളെ, ദൈവം സഹായിച്ച അത്ര വലിയ ഗതികേടൊന്നും ഞങ്ങൾക്കില്ല. അവന് വേണമെങ്കിൽ കാശ് ഞങ്ങൾ അങ്ങോട്ട് കൊടുക്കാം. അല്ലേ വസന്തേട്ടാ? അതുമല്ല, അവൻ ഭൂലോക പിശുക്കനാ. 5 പൈസ കൈവിട്ട് കളിക്കില്ല. ഇനി അഥവാ ഞങ്ങക്ക് കാശ് വേണമെങ്കിൽ ഞങ്ങൾ മോളോട് ചോദിക്കും.